ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കിട്ടിലെ ഐറ്റമായിട്ടാണ് കേട്ടോ. നമ്മൾ വീട്ടിൽ എപ്പോഴും ആവശ്യമുള്ളതും എന്നാൽ എപ്പോഴും ഇല്ലാത്തതുമായിട്ടുള്ള ചീസ് ഇട്ടാ. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന സ്ലൈഡ്സ് ചീസാണ് കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുക. 2 കപ്പ് പാലൊക്കെ ഉണ്ടെങ്കിൽ വേഗം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ വീഡിയോക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോക്ക് പോവാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 2 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതാ ഞാൻ 2 കപ്പ് പാൽ ഒഴിച്ചിട്ട് അതൊന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. ചൂടാക്കിയാൽ മതി, തിളപ്പിച്ചിട്ടെടുക്കണ്ട. നമ്മൾ കുടിക്കാനൊക്കെ എടുക്കുന്ന ചൂടുവെള്ളം ഉണ്ടാവില്ലേ, അതേപോലെ ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കുക. അപ്പോൾ അത് ചൂടായി വരുമ്പോഴത്തേനും ഞാനിതാ 1 കപ്പ് പാലെടുത്തിട്ടുണ്ട്. പിന്നെ 1 സ്പൂണ്, വലിയ സ്പൂണ് 1 സ്പൂണ് ജലാറ്റിന്. എന്നിട്ട് എടുത്ത് വെച്ച ജലാറ്റിൻക്ക് ഒരു 2.5 സ്പൂണ് പാലൊഴിച്ചിട്ട് ഒന്ന് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ അത് പാല് ചൂടായി വരുമ്പോഴത്തേന് അതൊന്ന് ചെയ്യാം. അപ്പോഴത്തേനും പാല് ചൂടായി വന്നിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ കൈ തൊടുമ്പോൾ ഇങ്ങനെ എനിക്കൊരു ചൂടുണ്ട്. അപ്പോൾ തിളച്ച് വരണ്ട. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് അത് മാറ്റിയിട്ട് നമുക്ക് ഇതിലേക്ക് 1 സ്പൂണോ വിനീഗർ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. എന്നിട്ട് അപ്പോൾ പാലൊന്ന് പിരിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് വിനീഗർ ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 1 സ്പൂണ് ഒഴിച്ച് കൊടുത്തിട്ട് ശരിക്കും പിരിഞ്ഞ് വന്നിട്ടില്ലെങ്കിൽ 1 സ്പൂണും കൂടി ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് മതിയാവും. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുമ്പോൾ നന്നായിട്ട് പിരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ നമ്മളിത് പനീറിനൊക്കെ എടുക്കണ പോലെ തന്നെ അതൊരു അരിപ്പ വെച്ചിട്ടോ അല്ലെങ്കിൽ നന്നായിട്ട് വെള്ളം പോരുന്ന ഒരു കോട്ടൻ്റെ തുണി വെച്ചിട്ടോ എന്നില്ലെങ്കിൽ നന്നായിട്ട് ഈ മിക്സ് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് എടുക്കാം. അപ്പോൾ ഞാൻ നന്നായിട്ട് പിഴിഞ്ഞിതാ ഇപ്പം ഞാൻ അതായിരുന്നു മാറ്റിയിട്ടുണ്ട്. ഇപ്പം ഇങ്ങനെയാണ് കേട്ടോ കിട്ടുക. എങ്ങനെ കിട്ടും, സോഫ്റ്റായിട്ട് ഇങ്ങനെ കിട്ടും. ഇനി ഇത് നമുക്ക് മിക്സിയുടെ ജാറിലൊന്ന് അടിച്ചിട്ടെടുക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ ഇതിൽ നിന്ന് കിട്ടിയ വെള്ളം കളയണ്ട. അതിന് 2 സ്പൂണ് വേണം. അപ്പോൾ ഇതാ ഞാനിതിലേക്ക് ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിനൊരു 2 സ്പൂണ് അതിൻ്റെ വെള്ളം ഒഴിച്ചിട്ട് ആ പാലിൻ്റെ മിക്സിൻ്റെ വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് നല്ല പേസ്റ്റ് ആക്കിയിട്ട് അടിച്ചിട്ടെടുക്കാം. പിന്നെ അടിച്ചിട്ടെടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, തരിയൊന്നും പാടില്ല. ഇതിപ്പോൾ ഞാനൊരു 4 വട്ടം 3 വട്ടമൊക്കെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതൊന്ന് ഞാനൊരു പാനിക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. എല്ലാം വടിച്ചിട്ടെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഈ മിക്സ് നല്ലൊരു ക്രീമി പരിവായിട്ടുണ്ടാവും. ഇനി ഇതിലേക്ക് നേരത്തെ എടുത്ത് വെച്ച് 1 കപ്പ് പാലില്ലേ, അത് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. കട്ടൊന്നും ഇല്ലാത്ത രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തതിൻ്റെ ശേഷം നമ്മൾ സോക്ക് ചെയ്യാൻ വെച്ച ജലാറ്റിനില്ലേ, അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഗ്യാസ് ഓൺ ആക്കുന്നതിൻ്റെ മുമ്പ് തന്നെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. ഒരു ചെറിയ പീസ് ബട്ടറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ഇതാ ഗ്യാസ് ഓൺ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കുക. തിളപ്പിച്ചിട്ട് എടുക്കണ്ട. ജലാറ്റിനും ഒക്കെ ഒന്ന് അതിലൊന്ന് ചൂടായിട്ട് മെൽറ്റ് ആവണ വരെ, അതേപോലെ നമ്മൾ ഇട്ട് കൊടുത്ത ബട്ടറും അതൊക്കെ ഒന്ന് മെൽറ്റ് ആവണ വരെ ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഇതാ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്ത് തിളപ്പിച്ചിട്ടില്ല കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ഞാനിതാ ഒരു 1/4 സ്പൂണ് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മഞ്ഞൾപ്പൊടി ഏറണ്ട കേട്ടോ. ഞാൻ ഇട്ടപ്പോൾ തന്നെ കുറച്ചധികമായി. എന്നാലും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ യെല്ലോ കളർ ഇട്ട് കൊടുത്താലും മതി. പക്ഷേ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ മഞ്ഞൾപ്പൊടി തന്നെ ഇട്ട് കൊടുക്കാവും നല്ലത്.
എന്നിട്ട് ഞാൻ ഇങ്ങനെയുള്ളൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് ബട്ടറാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലായിടത്തേക്കും എത്തുന്ന രീതിയിൽ ബട്ടറാക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച ആ പാലിൻ്റെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഞാൻ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് ബാക്കിയായിട്ടുണ്ട്. എന്താ വെച്ചാൽ കുറേ ആയാൽ കട്ടി അധികമാകും. എന്നിട്ട് ഇങ്ങനെ ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. ഇപ്പോൾ ഞാൻ ഒരു 5-6 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് കേട്ടോ എടുത്തത്. ഫ്രിഡ്ജിൽ നിന്ന് എടുത്തപ്പോൾ ഞാൻ ബാക്കിയുള്ളത് കുറച്ച് ഒരു ചെറിയൊരു പാത്രത്തിലാക്കി വെച്ചിരുന്നു. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തിട്ട് നോക്കാം. അപ്പോൾ ഞാൻ എൻ്റെ ഒരു സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് കളയുന്നുണ്ട്. നല്ല കറക്റ്റായിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ സൈഡൊക്കെ കട്ട് ചെയ്ത് കളയുന്നത്. നിങ്ങൾക്ക് അറിയാമല്ലോ ചീസിൻ്റെ ആ ഒരു വീതിയും അതേപോലെ തന്നെ കട്ട് ചെയ്യുന്ന അതിൻ്റെ വലുപ്പമൊക്കെ അതിനനുസരിച്ച് നിങ്ങളെ ഐഡിയക്ക് അനുസരിച്ച് കട്ട് ചെയ്യുക. ഇപ്പം ഞാനിതാ ഒരു ഇത്ര വലുപ്പത്തിൽ ഞാനിങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇതാ നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. സെയിം നമ്മളെ കടയിൽ നിന്ന് കിട്ടുന്ന അതേപോലെ തന്നെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുകയാണെങ്കിലും നല്ല റേറ്റൊക്കെ ഉണ്ട് ഇതിന്. അപ്പോൾ നമുക്ക് 2 കപ്പ് പാൽ വെച്ചിട്ട് തന്നെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതാ ഞാനെല്ലാം അങ്ങനെ കട്ട് ചെയ്യുകയാണ് കേട്ടോ. പിന്നെ ഇതാ ഞാൻ ബാക്കി വന്ന് അതും കൂടി ഒന്ന് കട്ട് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ ഇതിലും നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. പിന്നെ ഇനി നമുക്ക് കുറച്ച് കട്ടി അധികമാണെന്ന് തോന്നുകയാണെങ്കിൽ അതിൻ്റെ നടുവിലായിട്ടൊന്ന് മുറിച്ച് കൊടുത്തിട്ട് 2 ആക്കിയാൽ മതി കേട്ടോ. ഇപ്പം ഞാനിവിടെ കുറച്ച് കട്ടി അധികമാണെന്ന് തോന്നിയത് ഇങ്ങനെ 2 ആക്കിയിട്ട് ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ആക്കണം എന്നുണ്ടെങ്കിൽ ആക്കിയിട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ ഞാനിതൊക്കെ എല്ലാതും ഒരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ് കേട്ടോ. അപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നില്ല നല്ല അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഞാനൊരു ബ്രെഡിലും കൂടി ഒന്ന് ആക്കി നോക്കട്ടെ എങ്ങനെയുണ്ട് എന്ന് നോക്കട്ടെ. അപ്പോൾ ഞാൻ കുറച്ച് ബട്ടർ ഒഴിച്ചിട്ട് ബ്രെഡ് ഒന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ ചീസൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മേലെ ഒരു ബ്രെഡും കൂടി വെച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് നോക്കാനും വേണ്ടിയിട്ടാണ് കേട്ടോ എങ്ങനെ ഉണ്ടെന്ന്. അപ്പം ഇനി ഞാൻ ഇതിൻ്റെ ഉള്ളിലൊക്കെ എങ്ങനെയുണ്ട് എന്നൊക്കെ ഒന്ന് നോക്കട്ടെ. അപ്പോൾ ഇതാ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അതേപോലെ മെൽറ്റ് ആവണം ഒക്കെ ഉണ്ട്, അതേപോലെ തന്നെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വരാം. ഓക്കെ ബൈ, താങ്ക് യു.